നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. 4 മണിക്ക് ചായരപ്പൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള 4 മണി പലഹാരം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് പോലും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സമൂസയായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമൂസ ഉണ്ടാക്കാനായിട്ട് സമൂസ ഷീറ്റ് പുറത്തുനിന്ന് വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള സമൂസ എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് നമുക്ക് സമൂസയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അത് കൂട്ടിയും കുടിച്ച് നിങ്ങൾക്ക് എടുക്കാം. നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി എടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇതിന് നല്ലതാണ്, അതുകൊണ്ട് കുറച്ചെങ്കിലും ചേർക്കുക. പിന്നെ മല്ലിയിലയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിടി ചെറുതായി അരിഞ്ഞു വെച്ച് മല്ലിയിലാട്ട ചേർത്തത്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മാറ്റമൊക്കെ വരുത്താം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വളരെ കുറച്ച് ജീരകം പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. ജീരകത്തിൻ്റെ പൊടിയൊന്നും ഇല്ലെങ്കിൽ ഇടിക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ള പൊടിയാണിത്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസായി നിൽക്കാനായിട്ട് ഇതിനോട്ട് ഒരു 2 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ, 2 ചെറിയ നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഉപ്പും മുളകും പഞ്ചസാരയും എല്ലാ ടേസ്റ്റും സവാളയിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇതൊന്ന് തിരുമ്മി കൊടുക്കുക. തിരുമ്മി കൊടുക്കുമ്പോൾ ഇതുപോലെ വിട്ട് തരാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വേർപ്പെടുത്തി എടുക്കാൻ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിരുമ്പുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് വേർപ്പെട്ട് കിട്ടിയോളും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിരുമ്പി എടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ ഇതിൽ ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ സമയത്ത് എരിവും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് സവാളയിലെല്ലാം തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് പുറമേയുള്ള സമൂസ ഷീറ്റാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ബ്രെഡ് വെച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഈ 4 സൈഡും നമ്മളൊന്ന് മുറിച്ച് കളയണം. അപ്പം ഇങ്ങനെ സമൂസയ്ക്ക് വേണ്ടി ബ്രെഡ് എടുക്കുമ്പോൾ മധുരം കൂടുതലുള്ള ബ്രെഡ് എടുക്കാണ്ടിരിക്കട്ടെ നല്ലത്. അപ്പോൾ മധുരം കൂടുതലുള്ള ബ്രെഡ് എടുക്കുമ്പോൾ നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോഴും ആ ഒരു മധുരരസം ഉണ്ടായിരിക്കും. അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ അങ്ങനെ മുറിച്ച് മാറ്റിയില്ലേ ഈ 4 സൈഡില്ലേ നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അത്. എന്നിട്ട് ചപ്പാത്തി പരത്തുന്ന റോളർ ഉപയോഗിച്ചിട്ട് ഈ ബ്രെഡ് പതുക്കെ ഒന്ന് നമ്മൾ പരത്തി കൊടുക്കുക. നല്ല ബലം പ്രയോഗിച്ചിട്ട് ഇത് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കോണോട് കോൺ ഇങ്ങനെ വെച്ചിട്ട് സമൂസയുടെ ഷേപ്പിലാക്കിയിട്ട് മടക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സമൂസ ഉണ്ടാക്കാനൊക്കെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡ് എടുക്കാൻ നല്ലത്. അതായത് ഫ്രഷ് ബ്രെഡ്, നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന ബ്രെഡാണെങ്കിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ നല്ല സോഫ്റ്റ് ബ്രെഡാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും പരത്താനായിട്ട്. ചില ബ്രെഡ് നമ്മൾ പരത്തിയതിന് ശേഷം ഇങ്ങനെ കോണോട് കോൺ വെച്ചിട്ട് സമൂസയുടെ ഷേപ്പിലാക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആവില്ല. അപ്പോൾ ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ആർക്കും മനസ്സിലാവാണ്ട് ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ഈ പേപ്പറും വെച്ചിട്ടും കൂടി കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ബ്രെഡ് ഇല്ല കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലുപ്പത്തിലുള്ള ഒരു ബ്രെഡൊക്കെ നമ്മൾ ഇതിങ്ങനെ സമൂസയുടെ ഷേപ്പിലാക്കി മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ സ്ക്വയർ ഷേപ്പിലാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് മടക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള ഭാഗം നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് സമൂസയുടെ ഷേപ്പിൽ തന്നെ ശരിക്കും ആക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ ആയിരിക്കും, എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം, കട്ടിയൊന്നും ഇല്ലാണ്ട്.
അങ്ങനെ കട്ടിയൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് ഇരിക്കേണ്ടത്. ഇതുപോലെ കട്ടിയൊക്കെ ഉണ്ടായിരിക്കണം. ലൂസ് ആവാൻ പാടില്ല നമ്മുടെ ബാറ്റർ. ഇത്രത്തോളം കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ലൂസ് ആവാണ്ടിരിക്കാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കലക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡിലോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സവാളയുടെ ആ കൂട്ടില്ലേ, ആ ഫില്ലിങ് അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഗോതമ്പിൻ്റെ മാവ് ഈ 2 സൈഡിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇത് ഒട്ടിക്കാനായിട്ട് എളുപ്പത്തിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സമൂസ ഉണ്ടാക്കാനായിട്ട് ഈ സവാളയുടെ ഫില്ലിങ് വെക്കുമ്പോൾ കൂടുതൽ സവാളയുടെ ഫില്ലിങ് വെക്കേണ്ട. നമുക്ക് മടക്കുമ്പോൾ അധികം വീർത്തിരിക്കാത്ത രീതിയിൽ ആവശ്യത്തിന് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗം ഒന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ മടക്കുമ്പോൾ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി കോണോട് കോണൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഗോതമ്പ് മാവ് നമ്മൾ തേച്ചുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് പ്രയാസമൊന്നുമില്ല ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ സൈഡൊന്ന് നമ്മളൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വറക്കാനുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഹോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഏതെങ്കിലും ഭാഗത്ത് ഒട്ടാനുണ്ടെങ്കിൽ ഈ മാവൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താലും മതി. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാ സമൂസകളും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ അളവ് വെച്ചിട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ എണ്ണത്തിന് മാറ്റം വരും. പിന്നെ ചൂടായ എണ്ണയിലോട്ട് ഈ സമൂസകൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. ഞാനിവിടെ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാകുമെന്ന് അറിയാനായിട്ട് 1-2 ബ്രെഡിൻ്റെ തരികളോ അല്ലെങ്കിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിനുശേഷം മാത്രം നമ്മൾ ആ സമൂസകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് മുങ്ങിക്കിടക്കണ അത്ര എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 സൈഡ് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്ര എളുപ്പമാണ് ഈ സമൂസ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ദയവായി ഒന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള മറ്റ് പലഹാരങ്ങൾ നമ്മുടെ ചാനലിൽ മുൻപേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ പോയിന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.